തലശ്ശേരി നഗരസഭ കോർപ്പറേഷനാകുമോ ACV ഒരുക്കുന്ന പരമ്പര? വാർഷികം ആഘോഷിക്കുന്ന തലശ്ശേരി നഗരസഭ കോർപ്പറേഷനാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. AN ഷംസീർ MLA യുടെ നേതൃത്വത്തിൽ വികസന വേദി പോലുള്ള സംഘടനകളുടെ അനുകൂലമായ സാഹചര്യം നിലവിലുള്ളപ്പോൾ തലശ്ശേരി കോർപ്പറേഷനാക്കേണ്ടത് തലശ്ശേരിക്കാരുടെ ആവശ്യമാണെന്ന് വിശപ്പുരഹിത ഭിക്ഷാടന മുക്ത തലശ്ശേരിക്കായി തുടക്കം കുറിച്ച അത്താഴക്കൂട്ടം സാരഥിയും യുവ വ്യാപാരിയുമായ ഷംറസ് ബേക്കർ പറയുന്നു. ഒരു കോർപ്പറേഷൻ എന്നൊരു പദവിയിലേക്ക് തലശ്ശേരി പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാന ഗുണം എന്താണെന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേഷൻ സെറ്റപ്പ് മാറുമെന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ അറിവ് അനുസരിച്ചാണെങ്കിൽ കോർപ്പറേഷൻ അഡ്മിനിസ്ട്രേഷൻ പവറിൽ വരുന്ന സെക്രട്ടറി IAS ഉദ്യോഗസ്ഥരായിരിക്കണമെന്നാണ് എൻ്റെ ഒരു അറിവ്. കോർപ്പറേഷൻ ആവുമ്പോൾ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര നഗരവികസന കോർപ്പറേഷന്റെ കീഴിലേക്ക് നമ്മളുടെ ഈ തലശ്ശേരി കോർപ്പറേഷൻ കൂടി വരുമ്പോൾ കൂടുതൽ നല്ല പദ്ധതികൾ, ഇപ്പോൾ നമുക്കറിയാം കൊച്ചിയിൽ മെട്രോ പോലുള്ള പദ്ധതികൾ വന്നത് വിദൂരമായിട്ടാണെങ്കിലും നമ്മൾ തലശ്ശേരിയിലും അതുപോലുള്ള ഫോറിൻ ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള പദ്ധതികൾക്ക് വളരെയധികം സാധ്യത. വേൾഡിൽ ഇപ്പോൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ടൂറിസമാണ് വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ ടൂറിസം എന്ന് പറയുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് തലശ്ശേരി തുരുത്തിനെ ഒരു വെഡ്ഡിംഗ് തീം പാർക്കാക്കി മാറ്റിക്കൊണ്ട് അവിടെ വലിയൊരു രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കമ്പനികൾ തയ്യാറാണ്. അതിന്റെയൊക്കെ സാഹചര്യത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എയർപോർട്ട് ഇപ്പോൾ തലശ്ശേരിക്ക് വളരെ അടുത്ത് തന്നെ എയർപോർട്ട് വരികയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് തലശ്ശേരി കോർപ്പറേഷൻ കൂടി നിലവിൽ വരുമ്പോൾ ഇത്തരം വലിയ ടൂറിസം മേഖലകളിലേക്ക് കൂടി തലശ്ശേരി മാറി വരുമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. തലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം നഗരസഭ എന്നതിൽ നിന്നും കോർപ്പറേഷനാക്കി മാറ്റുവാനുള്ളത് ഏറ്റവും ഉചിതമായ സമയമാണ്. അതിനായുള്ള എല്ലാ സാഹചര്യങ്ങളും നിലവിലുമുണ്ട്. കോർപ്പറേഷൻ എന്ന പദവിയിലേക്ക് തലശ്ശേരി പോകുമ്പോൾ ഏറ്റവും ഗുണം കേന്ദ്ര നഗര വികസന കോർപ്പറേഷന്റെ കീഴിലേക്ക് തലശ്ശേരി കോർപ്പറേഷൻ വരുമെന്നുള്ളതാണെന്നും ഭിക്ഷാടനമുക്ത തലശ്ശേരിക്കായി തുടക്കം കുറിച്ച അത്താഴക്കൂട്ടം സാരഥിയും യുവ വ്യാപാരിയുമായ ഷംറസ് ബേക്കർ ACVയോട് പറഞ്ഞു. പ്രൈവറ്റ് സെക്ടറിൽ തന്നെ നമ്മൾ കുറച്ചു മുമ്പ് കേട്ടൊരു വാർത്തയാണ് 300 കോടിയോളം രൂപ ചെലവാക്കിക്കൊണ്ട് തലശ്ശേരിയിൽ ഒരു ആന്റിക് മ്യൂസിയം പണിയാനുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ ഒരു പ്രസ്താവന. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് പല ആൾക്കാരും നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ തലശ്ശേരി കോർപ്പറേഷനായി വികസിക്കേണ്ടതിന്റെ ആവശ്യകത ദിവസേന കൂടി വരും. ഇപ്പോൾ തന്നെ തലശ്ശേരിക്കുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള നഗരങ്ങളെ പോലെയല്ല, ഇവിടെ ഒരു വികസനത്തിന്റെ ആവശ്യം വരുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക സാംസ്കാരിക സംഘടനകളും ഒരു കുടക്കീഴിൽ നിന്നുകൊണ്ട് ഇപ്പോൾ തന്നെ തലശ്ശേരി വികസന വേദി എന്നൊക്കെ പറഞ്ഞ് MLA യുടെ നേതൃത്വത്തിൽ ബഹുമാന്യ ചെയർമാൻ CK രമേശ് സാറുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു കൂട്ടായ്മ തന്നെ രൂപീകരിച്ചുകൊണ്ട് എല്ലാം തലശ്ശേരിയുടെ വികസന ആവശ്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതി നമുക്ക് കാണാം. അതുപോലെ ഒരു മീഡിയ മൂവ്മെന്റ് നടത്തിയത് അതിനെ ഞാൻ പ്രത്യേകം ACV പ്രവർത്തകരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇത്തരം മൂവ്മെന്റുകളാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ തലശ്ശേരിയിൽ മാത്രം കണ്ടെത്താൻ പറ്റുന്ന ഒരു ഗുണമാണ്. അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തലശ്ശേരി കോർപ്പറേഷൻ ആക്കുക എന്നുള്ള നിലപാടിലേക്ക് എല്ലാവരും ഒത്തുചേർന്ന് മുന്നേറണമെന്നാണ് എനിക്ക്. ഏതൊരു പദ്ധതി വരുമ്പോഴും ചെറിയൊരു വിഭാഗം അതിനെ എതിർത്ത് സംസാരിക്കും. അതിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകണമെന്നും അതിനായി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ഭിക്ഷാടനമുക്ത തലശ്ശേരിക്കായി തുടക്കം കുറിച്ച അത്താഴക്കൂട്ടം സാരഥിയും യുവ വ്യാപാരിയുമായ ഷംറസ് ബേക്കർ ACVയോട് പറഞ്ഞു. ACV ന്യൂസ് തലശ്ശേരി.